നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആ പിള്ളേരാണെന്നാ തോന്നുന്നേ. വാ. ആഹാ, ഇതിനാണോ രണ്ടുപേരും കൂടെ പോയത്? അപ്പൊ ഓണക്കോടിയും വന്നു. പിന്നെ ഓണക്കോടി വേണ്ട മുത്തശ്ശി. അല്ല, എല്ലാവർക്കും വാങ്ങിയ മോനെ? അതെന്ത് ചോദ്യമേ? അല്ല, ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോന്ന് സംശയിച്ച് ചോദിച്ചതാ. കൊള്ളാം. സഞ്ജു എന്നെ മറന്നാലും വീട്ടുകാരെ മറക്കോ? കല്യാണം കഴിഞ്ഞിരുന്നെങ്കിലേ ഇത് നിങ്ങളുടെ ആദ്യത്തെ ഓണം ആവുമായിരുന്നു. അതുകൊണ്ടല്ലേ വല്യപ്പച്ചി എല്ലാവർക്കും ഉള്ള ഓണക്കോടിയുമായിട്ട് ഞങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ മുന്നിലെത്തിയത്. 26 വർഷങ്ങൾക്ക് ശേഷം വല്യേച്ചി പങ്കെടുക്കുന്ന ആദ്യത്തെ ഓണം ഇത്. പ്രബേട്ടൻ കൂടെ ഇല്ലാത്തതിന്റെ കുറവേ ഉള്ളൂ. അല്ല, രാജുവിടെ അപ്പച്ചി? രാജുവിനെ വിളിക്കേ. അല്ല, ഇത് എന്തിനുള്ള പുറപ്പാടാ? അല്ല, ഇപ്പൊ തന്നെ എല്ലാവർക്കും വേണ്ടി വാങ്ങിയ ഓണക്കോടി സമ്മാനിക്കാൻ പോവാ. അമ്മോ, ഓണമായിട്ട് അമ്മൂന്റെ കാര്യ കഷ്ടത്തിലായത്. വാ, അച്ഛനെ രക്ഷിക്കുമ്പോ സംഭവിച്ചതല്ലേ, ഞാനിതിപ്പോഴാ അറിയുന്നത്. എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയാം. ഈ വീട്ടിലെ സന്തോഷം ഇപ്പൊ നിലനിർത്തുന്നത് ഇവളാ. ഇതൊക്കെ കേൾക്കാൻ ഇങ്ങോട്ട് വന്ന് എന്നെ പറഞ്ഞാ മതി. മാറങ്ങോട്ട്. അയ്യോ വല്യപ്പച്ചി പോലെ, ഇത് നിങ്ങൾക്കും കൂടി വാങ്ങിയതാ. ഒന്ന് സമ്മാനിച്ചോട്ടെ. മുത്തശ്ശ, ഇത് മുത്തശ്ശനുള്ള ഓണക്കോടി. നന്നായി വരും മക്കളെ. മുത്തശ്ശിക്കുള്ളത്. എന്റെ കുട്ടികൾ എന്നും സന്തോഷത്തോടെ കഴിയട്ടെ. ഇതാമേ. നന്നായി വരട്ടെ. ആദ്യമായിട്ടാണ് വല്യപ്പച്ചയ്ക്ക് ഞാനൊരു ഓണക്കോടി സമ്മാനിക്കുന്നത്. താങ്ക്സ്. ഏയ്, മനസ്സ് നിറഞ്ഞു മോനെ. എന്റെ അനുഗ്രഹം എന്നും നിന്റെ കൂടെ ഉണ്ടാവും. ഇത് കാവേരി അപ്പച്ചി. താങ്ക് യു. ഇത് ദിനേശ് അങ്കിളിന്. ഇനി അമ്മൂനുള്ള ഓണക്കോടിയാ. അമ്മൂനുള്ളത് നീ എന്നെ കൊടുക്ക്. ഏയ്, സഞ്ജു കൊടുക്ക്. എല്ലാവർക്കും സഞ്ജു അല്ലേ കൊടുത്തത്. അമ്മൂനുള്ള ഓണക്കോടി ഞാൻ അവൾക്ക് കൊടുക്കാം. അതെനിക്ക് തന്നെ കൊടുക്കണം. മുത്തശ്ശൻ വേണം അമ്മൂനിത് സമ്മാനിക്കാൻ. അവക്കെന്തിനാ അച്ഛൻ കൊടുക്കുന്നത്? ഓ, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തിരിച്ചല്ലേ. അമ്മു ഇങ്ങ് വാ മോളെ. വാ. നന്ദിയുണ്ട് മോളെ. ഇപ്പൊ എനിക്കും ഈ കുടുംബത്തിനും ഇങ്ങനെയൊരു മുഹൂർത്തം ഉണ്ടായത് മോള് കാരണ. പകരം തരാനൊന്നുമില്ലെങ്കിലും നമ്മളിത് വാങ്ങണം. എന്നും നിനക്ക് മുത്തച്ഛൻ്റെ അനുഗ്രഹം ഉണ്ടാവും. പൂജാമുറിയിലും താങ്ങിപ്പിടിച്ചതിനാ. ഇവിടെയുള്ളവർക്ക് ഇതൊക്കെ മതിയല്ലോ. നിനക്ക് എന്ത് തന്നാലാ മതി വരിക എന്ന് എനിക്കറിയില്ല. മനുഷ്യൻ ഇത്രയ്ക്ക് അങ്ങ് താഴാമോ? ഇവിടെ നിന്ന് ഞാൻ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. അയ്യോ മുത്തശ്ശ, ഇനിയൊന്നും പറയല്ലേ. ഇനി എനിക്കൊരു സെൽഫി എടുക്കണം. പോസ്റ്റ് ചെയ്യാനല്ലേ? ബാംഗ്ലൂരിൽ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഒന്ന് കാണട്ടെ. ഇളയമ്മ എടുത്തു. സഞ്ജു. ആഹാ, കാർന്നോരായല്ലോ. വാ. കൊള്ളാം. അതിരാവിലെ തുടങ്ങിയ പണിയാ. എങ്ങനെയുണ്ട് സഞ്ജു? പൊളിയല്ലേ? പൂക്കളത്തിനൊരു നാടൻ ലുക്കൊക്കെ ഉണ്ടല്ലോ. അമ്മൂന്റെ കോർഡിനേഷനാ. എന്നാ പിന്നെ പറയാനുണ്ടോ? അതിങ്ങനെ വരും. സഞ്ജു ഇത് കണ്ടോ? തുളസിയും തെറ്റിയും തുമ്പയും ഒക്കെ ഉണ്ട്. എവിടുന്ന അമ്മൂനി ഇതൊക്കെ ഒപ്പിച്ചെടുത്തത്? നമ്മുടെ പറമ്പിൽ തുമ്പയുണ്ട്. പലതും നമ്മള് കാണാതെ പോകുന്നതാ. അവളെന്താ അങ്ങനെ പറഞ്ഞത്? സഞ്ജു വന്നേ, നമുക്ക് മൂന്നൂർക്കും ചേർന്നൊരു സെൽഫി എടുക്കാം. അമ്മു വാ. ഞാനില്ല, നിങ്ങളെടുത്തോ.
ഇല്ലാതെ ഞങ്ങൾക്ക് എന്ത് സെൽഫി? സഞ്ജു ഈ ഫോൺ പിടിച്ച അമ്മ വന്നേ. അല്ലേ ബസുമതി? ഞാനും അതാ ഓർത്തത്. ഊഞ്ഞാല് കിട്ടിയിട്ടുണ്ട്. പഴയകാല സ്മരണയില് മുത്തശ്ശനും മുത്തശ്ശിയും ഒന്ന് ട്രൈ ചെയ്യുന്നോ? ട്രൈ ചെയ്യുകയല്ല, ഞങ്ങൾ നല്ല ആസലായിട്ട് ഊഞ്ഞാലാടും. എല്ലാരും ഒന്നിട്ട് നിന്നേ, ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ, അച്ഛൻ അയച്ചു കൊടുക്കാന്. കുടുംബക്കാരുടെ ഫോട്ടോയിൽ അന്യരായിട്ടുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ ഒട്ടിച്ചു വെച്ചതായിട്ടാ തോന്നുക. ഇളയമ്മയ്ക്കും അമ്മയ്ക്കും അമ്മ ഒട്ടിച്ചു വെച്ച ബന്ധം തന്നെ ആയിരിക്കും. പക്ഷെ എനിക്കങ്ങനെയല്ല. സഞ്ജു അങ്ങനെ കരുതുന്നില്ലെന്ന എന്റെ വിശ്വാസം. സഞ്ജുവിന് ഈ പെണ്ണ് ഒട്ടിച്ചു വെച്ചത് തന്നെ അല്ലെന്ന് ഇവൻ പറയട്ടെ. നീ ഇവളെ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിലും ഇവനുമായിട്ട് ഇവൾക്ക് എന്താ ബന്ധം? ബന്ധമല്ല, ബാധ. മതി മതി മതി, നല്ലൊരു ഓണമായിട്ട് ഒന്നും രണ്ടും പറഞ്ഞ ആരും നിരസത്തിലാവണ്ട. എൻ്റെ ഒരു അപേക്ഷയാണ്. മോള് ഫോട്ടോ എടുക്കും മോളെ. ചെല്ലേ. വേണ്ട, എന്റെ മൂഡ് പോയി മുത്തശ്ശി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.